ഇങ്ങനെ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. സ്വാതിക്കൊരു അവസരം കിട്ടിയപ്പോ അതവൾ ഉപയോഗിച്ചെന്നല്ലേ ഉള്ളൂ. നിനക്കങ്ങനെ പറയാം. നാണം കെട്ടത് ഞാനല്ലേ? സ്വാതിയുടെ മുമ്പിൽ നാണം കെട്ടും, വക്കീലിന്റെ മുമ്പിൽ നാണം കെട്ടും. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? വേദയുടെ വീട്ടുകാർ തന്നെയല്ലേ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയത്. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് പിരിഞ്ഞു പോയവരവര്. അവരെ വീണ്ടും ഒന്നിപ്പിക്കുക വേദയുടെ വീട്ടുകാർ ചെയ്തത്. അതെനിക്ക് മനസ്സിലായി. എന്റെ വീട്ടുകാരൻ കാണിച്ച മുഴുവട്ടിനാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഗൗരി, എങ്ങനെയെങ്കിലും എനിക്ക് നീലിനെ ഒന്ന് കാണണം. അതിനെന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. നീ വിചാരിച്ചാലേ ഇനി എന്നെ സഹായിക്കാൻ പറ്റൂ. ഓപ്പറേഷൻ സക്സസ്സാ. അതിന്റെ അർത്ഥം നീല് രക്ഷപ്പെട്ടു എന്നാ. രക്ഷപ്പെട്ട സ്ഥിതിക്ക് കുറച്ചും കൂടെ കാത്തിരിക്കുന്നല്ലേ നല്ലത്. കാത്തിരുന്ന നീലിന്റെ സമ്മതത്തോടെ തന്നെ വേദയ്ക്ക് നീലിനെ കാണാം. നീല് സമ്മതിക്കാതിരിക്കുന്നു പേടിയുണ്ടോ വേദയ്ക്ക്? സാഹചര്യങ്ങൾ മാറിയില്ലേ? ആരെങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ആർക്കറിയാം. അപ്പോ പേടിയുണ്ട്. പേടിയല്ല, ഒരു തരം ആശങ്ക. സ്വാതിക്ക് വല്ലാത്തൊരു ദൈവാനുഗ്രഹമുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഈ നേരത്തെ തന്നെ എന്റെ വീട്ടുകാർക്ക് ഇത് ചെയ്യാൻ തോന്നില്ലായിരുന്നു. എപ്പോഴെല്ലാം അവർ പിരിയാൻ തീരുമാനിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം എന്തെങ്കിലും ഒരു സംഭവം അവരെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അത് ശരിയാ. അത് ഞാനും ആലോചിച്ച കാര്യമാണ്. നീലിന്റെ പെർമിഷൻ ഇല്ലാതെ ചെന്നാ അവള് വീണ്ടും അവളുടെ തനിനിറം കാണിക്കും. ഭാര്യയാണെന്നുള്ള അവകാശം സ്ഥാപിക്കാൻ കിട്ടുന്ന അവസരമല്ലേ അവളത് കളയുവോ? ഛേ, ആകെ നാണക്കേടായി. അവളുടെ മുമ്പിൽ ആദ്യമായിട്ടാ ഞാനിങ്ങനെ ചെറുതാവുന്നത്. ഈ ചെറുതാകല് നാളത്തെ വലുതാകലിനുള്ള അവസരമായിട്ട് മാറുമെങ്കിലോ? വക്കീലിന്റെ മുമ്പിൽ ഒപ്പിട്ടെന്നുള്ള സത്യമാണല്ലോ. ആ തീരുമാനം ഇനി മാറാനൊന്നും പോകുന്നില്ല. മാറുമോ? എനിക്ക് ആ വക്കീലിനെ വിശ്വാസമില്ല. അയാളെ സ്വാതിയുടെ ഭാഗത്താ. ആയിക്കോട്ടെ, ആരുടെ പക്ഷത്താണെങ്കിലും നീൽ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നാ മതിയല്ലോ. ഉറച്ചു നിൽക്കോ?